അസ്സലാമലൈക്കും, നമസ്കാരം. മജീദാണ്. അപ്പോൾ മനസ്സന്മാരെ, ഇന്ന് ഞങ്ങൾ പണിയെടുക്കണ പറഞ്ഞാൽ ഞാൻ, എൻ്റെ അയൽവാസി ഹംസ, എൻ്റെ അയൽവാസി ദിനേശേട്ടൻ. അപ്പോൾ ഞങ്ങളിന്ന് തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്ര പിന്നി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ആ സ്ഥലപ്പേരിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ആൾക്കാർ പേര് ഞാൻ തെറ്റി പറഞ്ഞാൽ എന്താ ചന്ദ്ര പിന്നി. അപ്പോൾ ഇവിടെ പണി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ ഞങ്ങൾ പണിയെടുക്കുന്ന വീട്ടിൻ്റെ ആൾക്കാർ ഇവിടെ റൂമൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിക്കണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കറിക്ക് ഉള്ളിക്കറിക്ക് മത്തിയാണ്, മത്തി ഇട്ടുകാണ്ട് കറിയാണ്. ഇത് ഞാനല്ല, പണ്ടാരി ഇയാളാണ്, ദിനേശേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്നു വെച്ചാൽ ഇവിടുത്തെ ഏട്ടന്മാരും കാക്കന്മാരും എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഒക്കെ മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവിടുത്തെ ഏട്ടന്മാരും ഇവിടുത്തെ കാക്കന്മാരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ഓര് അത് അങ്ങനെയാണ് ഇങ്ങനെ അറിയാണ്ട് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റും, ഇപ്പോൾ ഈ മീനിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ കൈ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വേസ്റ്റ് ഇവിടുത്തെ ആൾക്കാരെ കൈ കൊടുത്തേക്കാണ്. അപ്പോൾ അത്രയും നല്ല ആൾക്കാരാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ ചന്ദ്ര പിന്നീത്തെ ആൾക്കാർ. ഇതേമാതിരിയാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലത്തെ ആൾക്കാരും. എന്ന് വെച്ചാൽ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഞങ്ങൾ എല്ലാവരും നല്ല ഒറ്റക്കെട്ടായി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലത്തെ ആൾക്കാർ. കാരണം ഇത് പറയാൻ കാരണം കുറച്ച് മുന്നേ, ഒരു 2-3 ആഴ്ച മുന്നേ മലപ്പുറം ജില്ലയിൽ എന്താ വർഗീയതയാണ്. അവിടെ ഹിന്ദുസിന് അവിടെ എന്താ പറയുക, അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ചില ആൾക്കാർ പേരൊന്നും പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഞാൻ മജീദാണ്, ഇത് ദിനേശേട്ടനാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും, ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാണ്ട് അത് ഒരു എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കും. ഇത്ര ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായാണ്ട് നമ്മളെ നാടിന് വേണ്ടിയാണ്ട് എല്ലാവരും ജീവിക്കുക. ഓക്കെ. തൃശ്ശൂർ പണിയെടുക്കുമ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ വർത്താനം പറയണം. ഇത് വാട്ടർ കട്ടിങ്ങിലെ മസാലയാണിത്. ഇത് നല്ല സ്റ്റോങ്ങിലാണ് ഞങ്ങൾ വലിക്കുക. വാട്ടർ കട്ടിങ്ങിൽ ഇതാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അതാണ് ഞങ്ങൾ മെയിൻ മേസ്തിരി. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാ പണി കഴിഞ്ഞാണ്ട് ഞങ്ങൾ റൂമിലെത്തിക്കണ്. ഞങ്ങൾ രാവിലെ 6:30 മണിക്ക് പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 11 മണിക്ക് ഞങ്ങൾ കഞ്ഞിക്ക് ഇറങ്ങും. കഞ്ഞി ഞങ്ങളിവിടെ റൂമിൽ വെച്ചിക്കാണ്. ഇങ്ങോട്ട് ബൈക്കമ്മ ഞങ്ങൾ വരും. പിന്നെ ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 4 മണി വരെ പണിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ 4 മണിക്ക് വന്നിട്ട് ഇതേ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിക്കാണ്ട് പിന്നെ രാത്രിക്കുള്ള ചോറും കൂട്ടാനും ഉണ്ടാകും. ചോറും മത്തിക്കറിയും എന്നുവെച്ചാൽ തൃശ്ശൂരിൻ്റെ സ്റ്റൈൽ പറയുകയെന്ന് വെച്ചാൽ ചോറും ചാളക്കറിയും. മത്തിക്ക് ചാള എന്നാണ് ഇവിടെ തൃശ്ശൂർ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ പറ്റി മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നമ്മളെ മണിച്ചേട്ടനെയാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് കൂടി പാടിത്തരാം. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കരിമീന് ചമ്പല്യോ പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യില്ല മീനാണേ. അപ്പോൾ എന്താ പറയുക, തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ പ്രമാസറിയില്ല നമ്മളെ മണിച്ചേട്ടനെ മനസ്സിലേക്ക് ഓർമ്മ അങ്ങനെ വരും. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു വ്യക്തിയെന്നു മണിച്ചേട്ടൻ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.